എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ ഷിപ്പ് റൈറ്റ്സ് അവരെല്ലാവരും ചേർന്ന് ലൂഫി എടുത്തിട്ടിടിക്കും. അതിനുശേഷമായിരിക്കും ആ പൗളി അവനിപ്പോ ലൂഫിയോട് പറയാ, എന്റെ ടീമിൽ ചേർന്ന റോബിൻ എന്ന് പേരുള്ള ആ ഒരു പെണ്ണും മാസ്ക് വെച്ച മറ്റൊരാളും ചേർന്നാണ് ഐസ്ബർഗിനെ അറ്റാക്ക് ചെയ്തത്. അദ്ദേഹം ഹോസ്പിറ്റലിൽ വെച്ച് വളരെ കറക്റ്റ് ആ കാര്യങ്ങളെല്ലാം തന്നെ അതോറിറ്റിയുടെ മുൻപിൽ തുറന്നു പറഞ്ഞു. അത് കേട്ട് നാമിയും ലൂഫിയും അവർ രണ്ടുപേരും അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കും. പൗളി വീണ്ടും ചോദിക്കും, ആക്ച്വലി ഐസ്ബർഗിനെ ലക്ഷ്യം വെച്ചാണോ നിങ്ങൾ ഇവിടേക്ക് വന്നേ, അതോ ഇവിടെ വെച്ച് ഐസ്ബർഗിന്റെ പവറും സ്വാധീനവും ഒക്കെ മനസ്സിലാക്കി അദ്ദേഹത്തെ കൊല്ലാൻ പെട്ടെന്നെടുത്ത തീരുമാനമായിരുന്നോ? ലൂഫിക്കാണെങ്കിൽ എന്താ പറയണ്ടെന്ന് അറിയില്ല. അവൻ പറയും, അയ്യോ ഇല്ല, ഞങ്ങൾ ഒരിക്കലും അങ്ങനെ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. ഞങ്ങളുടെ കപ്പൽ റിപ്പയർ ചെയ്യണം, അതിനുവേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇവിടേക്ക് എത്തിയത്. പക്ഷെ പൗളി ആണെങ്കിൽ അത് കേൾക്കാൻ തയ്യാറാവില്ല. നിങ്ങൾ പൈററ്റ്സ് ആണ്, ഉറപ്പായിട്ടും നിങ്ങളെ ഞങ്ങൾ നല്ല ഒരു ഗവൺമെന്റും വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ഒരു കത്തിയെടുത്ത് ലൂഫിക്ക് നേരെ വലിച്ചെറിയും. പക്ഷെ ലൂഫി ആണെങ്കിൽ അടിച്ചു പറയും, ഒരിക്കലുമില്ല, റോബിൻ ഇത് ഒരു കാരണവശാലും ചെയ്യില്ല. ഇതിലെന്തോ ഒരു ചതി അത് നടന്നിട്ടുണ്ട്. സോ ഞാൻ ഇപ്പൊ തന്നെ ഐസ്ബർഗിന്റെ അടുത്തേക്ക് പോവാണ്. ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം. പക്ഷെ അത് കേട്ട് ജനങ്ങള് അവരെല്ലാവരും വലിയ രീതിയിലുള്ള എതിർപ്പ് അത് പ്രകടിപ്പിച്ച് ലൂഫി അറ്റാക്ക് ചെയ്യാൻ ഓടിയെടുക്കും. കാരണം ലൂഫി അവൻ ഹോസ്പിറ്റലിലേക്ക് പോയ വീണ്ടും ഐസ്ബർഗിനെ അറ്റാക്ക് ചെയ്യും എന്നായിരിക്കും അവർ വിശ്വസിക്കുക. നാമിയും ഒരുപാട് കഷ്ടപ്പെട്ട് അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അവർ ഫുൾ കലിപ്പില് അവളുടെ കഴുത്തിൽ പിടിച്ച് അങ്ങനെ മുകളിലേക്ക് ഉയർത്തും. നാമി നിലവിളിച്ച് പറയും, ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്ക്, ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഇവിടെ ലൂഫിയും അത് തന്നെ പറഞ്ഞ് മുൻപോട്ട് ഓടും. പൗളി വീണ്ടും പറയും, നിങ്ങളിപ്പോ ഐസ്ബർഗിന്റെ മാത്രമല്ല, ഞങ്ങളുടെ ഈ സിറ്റിയുടെ ഈ ഷിപ്പ്യാർഡിലുള്ളവരുടെ എല്ലാവരുടെയും എനിമിയാണ്. ലൂഫി പറയും, നിങ്ങൾ ഇത്രയും പെട്ടെന്ന് ഒരു തീരുമാനത്തിൽ എത്തരുത്. ഒരേ ഒരു ചാൻസ് എങ്കിലും ഞങ്ങൾക്ക് തരണം. നേരിട്ട് പോയി ഐസ്ബർഗിനെ കണ്ട് എനിക്ക് സംസാരിക്കണം. അതിനുശേഷം നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എന്ത് കുറ്റം ചുമത്തിയാലും ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ പൗളി ആണെങ്കിൽ അവൻ പറയുന്ന ഒന്നും മൈൻഡ് ചെയ്യാതെ കയറൊക്കെ കെട്ടി ലൂഫിയെ വീണ്ടും അറ്റാക്ക് ചെയ്യും. അവരെല്ലാവരും റൗണ്ട് ചെയ്ത് അവനെ ഷൂട്ട് ചെയ്തും വാള് വെച്ച് വെട്ടിയും അങ്ങനെ ഒത്തിരി രീതിയിൽ അവനെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ലൂഫിക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവന്റെ ബോഡി റബ്ബർ ആയതുകൊണ്ട് തന്നെ അവരുടെ അറ്റാക്ക് ഒന്നും അവന്റെ ബോഡിയിൽ ഏശില്ല. പക്ഷെ ഇനിയും ഒരുപാട് നേരം ഇവിടെ നിൽക്കുകയാണെങ്കിൽ അത് വലിയ ആപത്താണ്. ലൂഫി ഉടനെ ചാടി എഴുന്നേറ്റ് അവിടുന്ന് ഉഷാറായിട്ട് ഓടും. പക്ഷെ അവൻ ഓടുന്തോറും അവര് പിന്നാലെ പോയി ലൂഫിയെ അറഞ്ചം അറ്റാക്ക് ചെയ്യും. അതിനുശേഷം ഒരുപാട് കത്തികൾ വലിച്ചെറിഞ്ഞ് ലൂഫിയുടെ ഡ്രസ്സോട് കൂടെ അവനെ അങ്ങനെ ലോക്ക് ചെയ്ത് പിടിക്കും. ഫ്രാങ്കിക്കാണെങ്കിൽ അത് കണ്ട് അവന്റെ സന്തോഷം അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ലൂഫിയുടെ നിലവിളി കേട്ട് ജനങ്ങൾ വീണ്ടും ആരവം മുഴക്കും. പക്ഷെ അപ്പോഴായിരിക്കും ഫ്രാങ്കിക്ക് അവന്റെ റിവെഞ്ചിന്റെ കാര്യം അത് ഓർമ്മ വരിക. അവൻ ഉടനെ ആ ഗലീലി കമ്പനിയോട് നിലവിളിച്ച് പറയും, ലൂഫി അവൻ എന്റേതാണ്, എനിക്കാണ് അവനോട് റിവെഞ്ച് ചെയ്യാനുള്ളത്. അത് കേട്ട് പൗളി പറയും, നീ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യ്. ആദ്യം ലൂഫി അവനെ ഒന്ന് പിടിച്ച് അവന്റെ കാര്യത്തില് ഒരു തീരുമാനം ഉണ്ടാക്കട്ടെ, അതിനുശേഷം നിനക്കുള്ളത് ഞങ്ങൾ തരാം. പക്ഷെ ഫ്രാങ്കി ആണെങ്കിൽ അടങ്ങിയിരിക്കില്ല. അവന്റെ കയ്യില് വലിയൊരു ഗണ്ണ് ക്രിയേറ്റ് ചെയ്ത് അവരെ ഷൂട്ട് ചെയ്യാനായിട്ട് അങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ്. അവനാണെങ്കിൽ അവന്റെ കയ്യിലൂടെ ഒരുപാട് എയർ അങ്ങനെ അബ്സോർബ് ചെയ്തെടുക്കും. എന്നിട്ട് അതൊരു ബുള്ളറ്റ് ആക്കി മാറ്റി അവരെ പോയിന്റ് ചെയ്ത് നിൽക്കും. അടുത്ത സെക്കൻഡ് അവൻ ഷൂട്ട് ചെയ്യും. ആ ഒരു ഷൂട്ടിങ്ങില് ഗലീലിയ കമ്പനിയിലുള്ള എല്ലാവരും തെറിച്ചു പോവും. ഷിപ്പ്യാർഡിൽ ഉണ്ടായിരുന്ന ഷിപ്പുകളും അതിന്റെ എക്യുപ്മെന്റ്സും ഒക്കെ തന്നെ തകർന്ന് തരിപ്പണാവും. ജനങ്ങളെല്ലാവരും അച്ചറം പൊച്ചറം ഓടും. അപ്പോഴായിരിക്കും വലിയൊരു ക്രെയിൻ താഴേക്ക് വീഴുക. ഫ്രാങ്കിക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷാവും. ഇവിടെ നാമി അവൾക്ക് ഒരു പിടിയും കിട്ടില്ല. ഈ വില്ലന്റെ കയ്യിൽ എങ്ങനെ ഇത്രയും പവർഫുള്ളായ എക്യുപ്മെന്റും യന്ത്രതന്ത്രങ്ങളൊക്കെ കിട്ടിയതെന്ന്. ആ ഗ്യാപ്പിൽ ലൂഫി അവൻ ഓടി വന്ന് ഇപ്പൊ നാമിയോട് പറയും, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോണം. ഐസ്ബർഗിനെ കണ്ട് സംസാരിച്ചാൽ മാത്രമേ നമ്മുടെ ഈ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ കിട്ടൂ എന്നവൻ പറയുമ്പോഴേക്കും അവരെ കണ്ട ജനങ്ങളെല്ലാവരും ഇപ്പൊ അവർ റൗണ്ട് ചെയ്യും. എന്നിട്ട് വിളിച്ചു പറയും, ആ സ്ട്രോ ഹാറ്റ് പൈററ്റും അവന്റെ പെണ്ണും അവർ രണ്ടുപേരും രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ലൂഫി ആണെങ്കിൽ നാമിയെ തൂക്കിയെടുത്ത് ഒരു കെട്ടിടത്തിന്റെ മുകളിലേക്ക് അവന്റെ കൈ ഉപയോഗിച്ച് പറന്നു കയറി അങ്ങനെ ദൂരത്തേക്ക് മാഞ്ഞു പോകും. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ സാഞ്ചിയെയും ചോപ്പറിനെയും കാണിക്കും. അവരാണെങ്കിൽ ലോങ് ഷോട്ടിലായിട്ട് നിർത്തിയിട്ടിരിക്കുന്ന നമ്മുടെ ഗോയിൻമറി കപ്പല് അതിലേക്ക് തന്നെയാണ് നോക്കി നിൽക്കുക. ചോപ്പർ ചോദിക്കും, ഉസോപ്പ് അവൻ അതിൽ തന്നെ ഉണ്ടാവോ? നമ്മൾ അവിടേക്ക് പോയാ അവൻ ഒരു പക്ഷേ അത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലോ? അതിന് സാഞ്ചി പറയും, വെറുതെ ഇങ്ങനെ നോക്കി നിന്നിട്ട് ഒരു കാര്യമില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് ആ കപ്പലിന്റെ അടുത്തേക്ക് പോയി കാര്യം പറയാം.
അടുത്ത സെക്കൻഡ് അവർ രണ്ടുപേരും ഇപ്പൊ കപ്പലിന്റെ അടുത്തേക്ക് വരും. എന്നിട്ട് പരസ്പരം പറയും അക്വാലോജിക് എന്ന് പേരുള്ള ഒരു വലിയ സ്റ്റോം വരാൻ പോവാണ്. ആ ഒരു സ്റ്റോമില് ഈ ഒരു സിറ്റി അത് മുഴുവനായിട്ട് മുങ്ങിപ്പോവും. സോ ഒരു കാരണവശാലും ഈ സിറ്റിയില് ആ സമയത്ത് നിൽക്കാൻ പാടില്ല. ഏറ്റവും ഉയരമുള്ള മലയുടെ മുകളിലോ അല്ലെങ്കിൽ ബിൽഡിങ്ങുകൾക്ക് മുകളിലോ വേണം അപ്പൊ കയറി നിൽക്കാൻ. നമ്മുടെ ചെക്കന്മാരാണെങ്കിൽ വമ്പൻ ഓസ്കാർ ആക്ടിംഗ് ഒക്കെ ആക്ട് ചെയ്ത് ഈ കാര്യം ഉസോപ്പിനെ അറിയിക്കാനായിട്ട് ഒച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ കപ്പലിൽ നിന്നാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു റിപ്ലൈയും അവർക്ക് കിട്ടില്ല. അടുത്ത സെക്കൻഡ് കപ്പലിൽ നിന്ന് കടക് പടക് എന്നൊരു സൗണ്ട് കേൾക്കും. അത് കേൾക്കേണ്ട താമസം സാഞ്ചിയും ചോപ്പറും അവർ 100-110 അവിടുന്ന് ഓടും. ശബ്ദം ഉണ്ടാക്കി കപ്പലിൽ നിന്ന് പുറത്തേക്ക് വന്നത് അവര് കരുതിയത് പോലെ തന്നെ ഉസോപ്പാണ്. ഉസോപ്പാണെങ്കിൽ അവര് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ കേട്ട് കഴിഞ്ഞു. അതാരാ പറഞ്ഞെന്നറിയാൻ അവൻ പുറത്തേക്ക് എത്തി നോക്കും. പക്ഷെ അവിടെ എവിടെയും ആരെയും കാണാനുണ്ടാവില്ല. അവൻ മുകളിലേക്ക് നോക്കുമ്പോ വലിയ സ്റ്റോം വരാനുള്ള എല്ലാ ലക്ഷണങ്ങളും അവൻ കാണും. കട്ട് ചെയ്താ ഇപ്പൊ ഡോക് 1 കാണിക്കും. ഫ്രാങ്കിയുടെ അറ്റാക്കില് അവിടെ മുഴുവൻ തകർന്ന് തരിപ്പണായിട്ട് കിടക്കാണ്. ഷിപ്പ് റൈറ്റ്സിനാണെങ്കിൽ അത് വിശ്വസിക്കാൻ കഴിയില്ല. ശരിക്കും ആ ഫ്രാങ്കിക്ക് ഇത്രയും പവർ ഉണ്ടോ? അവനെ കൊണ്ട് എങ്ങനെ ഇങ്ങനെ ഒരു പ്രത്യേക അറ്റാക്ക് അത് ചെയ്യാൻ കഴിഞ്ഞു? ഉടനെ അവർ പരസ്പരം പറയും ഇന്ന് നൈറ്റ് അക്വാലോഗ് വരും. അതുകൊണ്ട് തന്നെ 2 ട്രെയിൻ മാത്രമേ സിറ്റിയിലൂടെ കടന്നു പോകൂ. അതവർക്ക് മിസ്സായ ഉറപ്പായിട്ടും നമുക്ക് അവരെ പിടിക്കാൻ കഴിയും. ഇനി ഇൻ കേസ് സ്ട്രോ ഹാറ്റും ടീംസും അവരുടെ കപ്പൽ രക്ഷപ്പെടാൻ ശ്രമിച്ചാലും അവരെ കൊണ്ട് അതിനാവില്ല. കാരണം അവരുടെ കപ്പല് അത് മുഴുവനായിട്ട് തകർന്ന് കിടക്കുകയാണ്. മറ്റൊരു കപ്പലിൽ പോകാം എന്ന് വിചാരിച്ചാൽ പോലും അവരെ കൊണ്ട് അതിന് കഴിയില്ല. എങ്ങനെയാണെങ്കിലും നമുക്ക് അവരെ പിടിക്കാൻ പറ്റും. കട്ട് ചെയ്ത ആ ട്രെയിൻ അത് വാട്ടർ 7 നോക്കി അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ആ ഗ്രാൻഡ് മാ, ആളുടെ മക്കള്, മക്കളുടെ മക്കള് എന്നിങ്ങനെ എല്ലാവരും ഹാപ്പിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം മറ്റൊരു ഭാഗത്ത് ലൂഫിയും നാമിയും അവർ രണ്ടുപേരും ആ ഗലീലിയ കമ്പനിയുടെ മെയിൻ ഓഫീസിലേക്ക് നോക്കിയിരിക്കുകയാണ്. അത് ആ ഡോക് 1 കണക്ട് ആയിട്ടിരിക്കുന്നത്. പക്ഷെ അവിടേക്ക് പോകണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഒരുപാട് ന്യൂസ് റിപ്പോർട്ടേഴ്സ്, ഗവൺമെന്റ് ഒഫീഷ്യൽസ്, ജനങ്ങള് എന്നിങ്ങനെ ഒരുപാട് പേര് അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. അവരുടെ കണ്ണു വെട്ടിച്ച് ഐസ്ബർഗിനെ കാണാനായി അകത്തേക്ക് പോകാൻ കഴിയില്ല. പക്ഷെ ലൂഫിയുടെ മുൻപിൽ മറ്റൊരു വഴിയുമില്ല. എത്രയും പെട്ടെന്ന് ഐസ്ബർഗിനെ കണ്ടേ പറ്റൂ. നാമി ചോദിക്കും നീ എന്താ പറയണേ? ഇത്ര ആൾക്കാരുടെ ഇടയിലൂടെ നമുക്ക് അവനെ കാണാൻ പോകാൻ കഴിയില്ല. അതിന് ലൂഫി നമ്മുടെ കയ്യിൽ ടൈമില്ല, എത്രയും പെട്ടെന്ന് അവനെ കണ്ടുമുട്ടണം. അതിനുശേഷം റോബിൻ തന്നെയാണോ ഇതിന്റെ എല്ലാം പിന്നിലെന്ന് അവനോട് ചോദിച്ചു മനസ്സിലാക്കണം. മറ്റൊന്നും ചിന്തിക്കാനില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ലൂഫി അവൻ സ്ട്രെയിറ്റ് ആയിട്ട് അവന്റെ കൈ അതങ്ങനെ നീട്ടി ഹോസ്പിറ്റലിന്റെ ജനൽ തകർത്ത് അവിടേക്ക് പോവാനായിട്ട് തുടങ്ങും. പക്ഷെ ലൂഫി അവൻ ജനൽ തകർക്കുന്നത് കറക്റ്റ് ആയിട്ട് ജനങ്ങൾ കാണും. അവർ വിളിച്ചു പറയും ആ സ്ട്രോ ഹാറ്റ് പൈററ്റ് അവ വീണ്ടും ഐസ്ബർഗിനെ കൊല്ലാനായിട്ട് എത്തിക്കഴിഞ്ഞു, അവനെ വിടരുതെന്ന് പറഞ്ഞ് അവരെല്ലാവരും ഉടനെ അകത്തേക്ക് ഓടാൻ തുടങ്ങും. അതേസമയം ഇവിടെ ഐസ്ബർഗിനെ കാണിക്കും. ആളാണെങ്കിൽ കാഷ്വൽ ആയിട്ട് റെസ്റ്റ് എടുക്കുകയാണ്. അസിസ്റ്റന്റ് പെണ്ണ് അവളിപ്പോ ഐസ്ബർഗിനോട് പറയും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആ സ്ട്രോ ഹാറ്റ് പൈററ്റ് അവൻ ജനൽ തകർത്ത് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ എത്രയും പെട്ടെന്ന് ഗവൺമെന്റ് ഒഫീഷ്യൽസും ജനങ്ങളും ചേർന്ന് അവനെ പിടിക്കും. ആ ശബ്ദമാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. അത് കേട്ട ഐസ്ബർഗ് ഇപ്പൊ അവളോട് ഒരു ഹെൽപ്പ് ചോദിക്കും. ഇവിടെ ലൂഫി ആണെങ്കിൽ ഓരോ ഭാഗത്തൂടെ ചാടി ഓടി ആരെയോ അറ്റാക്ക് ചെയ്യാതെ ആ അസിസ്റ്റന്റ് പെണ്ണിന്റെ തൊട്ട് മുൻപിൽ വന്നെത്തും. ലൂഫിക്കാണെങ്കിൽ അവളെ കാണുമ്പോൾ തന്നെ പിടികിട്ടും അത് ഐസ്ബർഗിന്റെ അസിസ്റ്റന്റ് ആണെന്ന്. അവള് ലൂഫിയെ നോക്കി കൈയൊക്കെ വീശി കാണിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത അല്പസമയം കഴിഞ്ഞ് ജനങ്ങളും ഗവൺമെന്റ് ഒഫീഷ്യൽസും ഇപ്പൊ അസിസ്റ്റന്റ് പെണ്ണിന്റെ അടുത്തേക്ക് വരും. അവർ ചോദിക്കും ആ സ്ട്രോ ഹാറ്റ് പൈററ്റ് അവൻ ഇതുവഴി വന്നോ? അതിനവള് പറയും ഇതുവഴിയൊന്നും അവൻ വന്നിട്ടില്ല, നിങ്ങൾ ബഹളം ഉണ്ടാക്കാതെ മറ്റേതെങ്കിലും ഭാഗത്ത് പോയി അന്വേഷിക്കേ. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. ആ അസിസ്റ്റന്റ് പെണ്ണ് അവൾ ഓൾറെഡി ലൂഫി ഐസ്ബർഗിന്റെ അടുത്തേക്ക് കടത്തിവിട്ട് കഴിഞ്ഞു. ഐസ്ബർഗ് അവളോട് ചോദിച്ച ആ ഒരു ഫേവർ ഇതായിരുന്നു. ഇവിടെ ലൂഫി അവൻ ഐസ്ബർഗിനോട് പറയും ഞാൻ നിങ്ങളെ കൊല്ലാനോ ദ്രോഹിക്കാനോ ഒന്നും വന്നതല്ല, സത്യം അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. അതിന് ഐസ്ബർഗ് ഇപ്പൊ ഗണ്ണെടുത്ത് ലൂഫിക്ക് നേരെ പോയിന്റ് ചെയ്യും. അവൻ ചോദിക്കും ആ റോബിൻ അവൾ നിങ്ങളുടെ ടീമിലെ ഒരു മെമ്പർ അല്ലേ? അതിന് ലൂഫി പറയും അതെ. അത് കേട്ട് ഐസ്ബർഗ് പറയും ഞാൻ ഇങ്ങോട്ട് നിന്നെ വിളിച്ചു വരുത്തിയത് പോലും എനിക്ക് അവളെ ഒന്നുകൂടെ കാണണം എന്ന് പറയാൻ വേണ്ടിയാണ്. ലൂഫി ആണെങ്കിൽ അത് കേട്ട് വണ്ടടിക്കും. കട്ട് ചെയ്ത സിറ്റിയില് ഐസ്ബർഗിനെ അറ്റാക്ക് ചെയ്തത് അത് സ്ട്രോ ഹാറ്റ് പൈററ്റ്സ് ആണെന്നുള്ള ന്യൂസ് കാട്ടുതീ പോലെ പടർന്നു കഴിഞ്ഞു. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത
സാക്ഷാൽ റോബിൻ. അവളും ആ ന്യൂസൊക്കെ വായിച്ച് അങ്ങനെ ഹായ് ആയിട്ടിരിക്കുകയാണ്. അവളാണെങ്കിൽ അവിടെയുള്ള ജനങ്ങളെ നോക്കി അങ്ങനെ ടെററായിട്ട് ഒരു പോസ് കൊടുക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.